നിങ്ങളുടെ കുട്ടി രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ചുമലിലോ അല്ലെങ്കിൽ വയറിലോ വന്ന് കിടക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ കുട്ടിക്ക് ശ്വാസം ശരിക്കും കിട്ടാത്തത് കൊണ്ടാണ്. ആ ഒരു ശ്വാസതടസ്സം വരുന്നത് കൂടുതലും ഒന്നെങ്കിൽ അലർജി അല്ലെങ്കിൽ എഡനോയിഡ്സ് എന്നൊരു ഗ്രന്ഥി മൂക്കിൻ്റെ പിന്നിൽ വികസിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് എപ്പോഴും ഒരു പിരിപിരിപ്പ് കൊണ്ട് മാത്രമല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ ഒരു ENT ഡോക്ടറെ സമീപിച്ച് ഒരു എക്സ്റേ എടുത്താൽ തന്നെ എഡനോയിഡ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മൂക്ക് നോക്കിയാൽ അത് അലർജി കൊണ്ടാണോ എന്നും മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെറിയൊരു സ്പ്രേ കൊണ്ടോ അലർജി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. എഡനോയിഡ്സ് ആണെങ്കിലും ചെറിയ എഡനോയിഡ്സ് ആണെങ്കിൽ നമുക്കത് സ്പ്രേ കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. വളരെ വലിയ എഡനോയിഡ്സ് ആണെങ്കിൽ അതിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു സർജറിയോ വേണ്ടി വരും.